ഇസ്രായേൽ ഗസ യുദ്ധം ശക്തമായി തുടരുകയാണ്. അതിനിടയിൽ ഇസ്രായേലിനെതിരെ ശക്തമായ പടയൊരുക്കം നടത്തുകയാണ് ലെബനനിലെ ഹിസ്ബുള്ള. ഗസയിൽ നിന്ന് ശ്രദ്ധ ലെബനനിലേക്കും ഹിസ്ബുള്ളയിലേക്കും മാറ്റുമെന്ന് അതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. റഫയിലെ ആക്രമണം അവസാനിപ്പിക്കുമെന്നും ലെബനനിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുമെന്നുമാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നത്. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 435 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ ആക്രമണം രൂക്ഷമായതോടെ മറ്റിടങ്ങളിൽ അഭയം തേടുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ 349 പേർ ഹിസ്ബുള്ളയിലെ അംഗങ്ങളാണ്. ഹിസ്ബുള്ളയും ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ആക്രമണങ്ങളിൽ 15 ഇസ്രായേലി പട്ടാളക്കാരും 10 സാധാരണക്കാരും കൊല്ലപ്പെട്ടതായി ഇസ്രായേലും അറിയിച്ചു. ഒക്ടോബർ 7-നാണ് ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തിയത്. തുടർന്ന് ഇങ്ങോട്ട് ഇസ്രായേലും ലെബനനും അതിർത്തി കടന്ന് നിരവധി ആക്രമണങ്ങൾ നടത്തി. ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാതെ ഇസ്രായേലിന് മേലുള്ള ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ള ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ ആക്രമണം ശക്തമാക്കിയാലും ഹിസ്ബുള്ള മുൻ നിലപാടിൽ നിന്ന് മാറില്ലെന്നാണ് വിലയിരുത്തൽ. ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതുവരെ ഹിസ്ബുള്ള ആക്രമണവുമായി മുന്നോട്ടു പോകുക എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ ഹമാസ് വിജയിക്കുന്നതുവരെ ഹിസ്ബുള്ള അടങ്ങിയിരിക്കില്ല. ഹമാസിന്റെ ശക്തി ക്ഷയിച്ചാൽ ഹിസ്ബുള്ള അടങ്ങിയിരിക്കില്ലെന്നും ഹമാസിനെ ഹിസ്ബുള്ള ഉപേക്ഷിക്കില്ലെന്നും ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഹമാസിനെ പൂർണ്ണമായും തകർക്കാതെ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട്. അമേരിക്ക ഉൾപ്പെടെയുള്ള സുഹൃത്ത് രാജ്യങ്ങളിൽ നിന്നും എതിർപ്പുണ്ടായിട്ടും നിലപാടിൽ നിന്ന് മാറാൻ നെതന്യാഹു തയ്യാറായിട്ടില്ല. ഹമാസിനെ പൂർണ്ണമായും തകർക്കുക എന്ന നിലപാടിനോട് ഇസ്രായേലി ഉദ്യോഗസ്ഥർ പോലും വിയോജിക്കുന്നുണ്ട്. ഹമാസ് ഒരാശയമാണ്, ഒരാശയത്തെ പൂർണ്ണമായും തകർക്കാനാവില്ല എന്നാണ് അവർ പറയുന്നത്. ഗസയിലെ ആക്രമണത്തിന്റെ തീവ്രത കുറയ്ക്കുമെന്ന് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത്. ലെബനനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഗസയിലെ ആക്രമണം കുറയ്ക്കുന്നതെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേൽ ഭീഷണി മുഴക്കുമ്പോഴും പതറാതെ നിൽക്കുകയാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ളയ്ക്ക് 1 ലക്ഷം പോരാളികളുണ്ടെന്നാണ് ഹിസ്ബുള്ള മേധാവി പറഞ്ഞത്. ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ കൂടുതൽ പോരാളികളെ സംഘത്തിന്റെ ഭാഗമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സൈപ്രസിനെതിരെയും ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായ ഈ ദ്വീപ് രാഷ്ട്രം ഇസ്രായേലിനെ സഹായിക്കരുത് എന്നാണ് ഹിസ്ബുള്ളയുടെ മുന്നറിയിപ്പ്. സംഘർഷങ്ങളിൽ ഇസ്രായേലുമായി സൈനിക സഹകരണത്തിനില്ലെന്നാണ് സൈപ്രസ് മറുപടി നൽകിയത്.